വി ഡി സതീശനെതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വിമർശനത്തെ, ഒരു രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ച ആറ്റിങ്ങലിലുള്ള ഹൈസ്കൂളിലെ ബോയ്സ് ഹൈസ്കൂളിലെ പ്രിൻസിപ്പൽ ജവാദ് സുബൈറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ ചോദ്യം ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ എത്ര വിദഗ്ധമായിട്ടാണ് അത് KSRTCയിൽ ഒരു ജീവനക്കാരനിട്ട അശ്ലീല പോസ്റ്റുമായി ബന്ധിപ്പിച്ച് മുഖ്യമന്ത്രി പറയുന്നത്. എന്താണ് ജവാദ് എന്ന പ്രിൻസിപ്പൽ ഇട്ട പോസ്റ്റ് എന്നറിയുമോ? പൂച്ചപറ്റി കിടക്കുന്ന ഖജനാവ് കൊണ്ട് സതീശൻ മേനോൻ സാർ 2 ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചത് പെൻഷൻകാർക്ക് 1075 കോടി, ആശാ വർക്കർമാർക്ക് 3000 രൂപ കൂട്ടി എന്നുള്ളതാണ് വിമർശനം. എന്നിട്ട് വി ഡി സതീശൻ ഈ ഖജനാവിന് മുകളിൽ കിടക്കുന്നത് പോലെ ഒരു പ്രതീകാത്മക ചിത്രവും വെച്ചു. അത് നഗ്നചിത്രമല്ല, അത് അശ്ലീല ചിത്രമല്ല. നിലവിൽ നമ്മളുടെ മാനുവൽ അനുസരിച്ചും അധ്യാപകരുടെയും ജീവനക്കാരുടെയും സർവീസ് ചട്ടം അനുസരിച്ചും ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടാൽ, സർക്കാരിൻ്റെ നയത്തിന് വിരുദ്ധമായ ഒരു സർക്കാർ ജീവനക്കാരൻ പോസ്റ്റ് ഇട്ടാൽ നടപടി വരും, സ്വാഭാവികമാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ ഇതേപോലെ രാഷ്ട്രീയ വിമർശനം നടത്തിയ പിണറായി സർക്കാരിൻ്റെ കാലത്ത് രാഷ്ട്രീയ വിമർശനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ, ഒന്നല്ല 1 ഡസനോളം ഉദ്യോഗസ്ഥരെ പുറത്താക്കുമ്പോൾ അല്ലെങ്കിൽ അഥവാ സസ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കെതിരെ ശിക്ഷാ നടപടി വരുമ്പോൾ എന്താണെന്ന് പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞിരുന്നത് കൂടി ഓർമ്മിക്കണം. മുണ്ടെടുത്ത മോദി എന്നൊരു പ്രയോഗം വരുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. മുഖ്യമന്ത്രിക്കെതിരെ ആദ്യമായി സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തൊരു സർക്കാർ ജീവനക്കാരനെതിരെ നടപടി വന്ന ഘട്ടത്തിലാണ്. അന്ന് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകമാണ്, ഇതൊരു മുഖ്യമന്ത്രിക്ക് ചേരുന്നതല്ല, ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ്. ഇതേ വി ഡി സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നെഹ്റുവിനെ പോലെ ഡോൺ സ്പെയർ മീ എന്ന് കാർട്ടൂണിസ്റ്റ് ശങ്കരോട് പറഞ്ഞ നെഹ്റുവാണ് എൻ്റെ മാർഗപുരുഷൻ എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. സർ, അത്രയേ വിമർശിച്ചിട്ടുള്ളൂ, അതിനും അപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്നിട്ടില്ല. പക്ഷേ എടുത്ത് സർവീസ് ചട്ടം എടുത്ത് വീശുകയാണ്. അതുമാത്രവുമല്ല, മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവിടെ KSRTC ജീവനക്കാരനിട്ടൊരു പോസ്റ്റുമായിട്ട് അതിനെ താരതമ്യം ചെയ്യുന്നു. രണ്ടും 2 പോസ്റ്റാണെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഒരു ചോദ്യം കൂടി, നഗ്നചിത്രം ഇട്ടാൽ ഞാൻ പ്രതികരിക്കണ്ടേ, നിങ്ങളുടേതാണെങ്കിൽ പോലും ഞാൻ പ്രതികരിക്കും എന്നുകൂടി പറഞ്ഞു പോകുന്ന കമ്മ്യൂണിക്കേഷൻ കൗശലമാണ്. അപ്പോൾ അശ്വത്ഥമാഹത കുഞ്ചന. യഥാർത്ഥത്തിൽ നഗ്നചിത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു നഗ്നചിത്രവുമായി ബന്ധപ്പെട്ട അശ്ലീല പോസ്റ്റ് വന്നിട്ടുണ്ട്. അത് പോസ്റ്റ് ചെയ്ത ആരാണ്? അതൊരു KSRTC ജീവനക്കാരനാണ്, നടപടി വേണം. രണ്ടാമത്തതോ ഒരു രാഷ്ട്രീയ വിമർശനമാണ്, പോസ്റ്റ് ചെയ്തത് ആരാണ്? ഒരു സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അത് പോസ്റ്റ് ചെയ്യുകയല്ല ചെയ്തത്, ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അവിടെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ ഐഡിയിൽ നിന്ന് വന്ന ഒരു പോസ്റ്റാണ് ഈ അധ്യാപകൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അധ്യാപകൻ തന്നെ ഉണ്ടാക്കിയതുമല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വിമർശനമാണ്. ആ വിമർശനത്തെ ഉൾക്കൊള്ളാതെ അതും 2 ദിവസം കൂടി റിട്ടയർമെൻറ്റിന് ബാക്കി നിൽക്കുന്ന ഒരു മുതിർന്ന അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ട് വളരെ കൗശലത്തോടു കൂടി ആ പോസ്റ്റിനെ മാറ്റി സ്ഥാപിച്ചുകൊണ്ടൊരു ഡിഫൻസാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയത്.